അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇപ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായി പരിക്കുപറ്റുന്നുണ്ട്. എന്നിട്ടും ഇറാന് കുലുക്കമില്ല. കാരണം ഒരു വശത്തുകൂടി ആണവ കേന്ദ്രങ്ങൾ തകരുമ്പോൾ മറുവശങ്ങളിൽ അമേരിക്കൻ ചാര കണ്ണുകൾക്ക് പോലും പിടിതരാത്ത ഇടങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾ ഇറാൻ കെട്ടിപ്പൊക്കുന്നുണ്ട്. നിഗൂഢത നിറഞ്ഞ ഇടങ്ങൾ ധാരാളമായി ഇറാനിലുണ്ട്. ഇറാന്റെ ഭൂപ്രകൃതി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ഏറെ വിഭിന്നമാണ്. മുൻപ് സൂചിപ്പിച്ച നിഗൂഢത തന്നെയാണ് അതിനെ വേറിട്ട് നിർത്തുന്ന സുപ്രധാന ഘടകം എന്ന് കാണാൻ സാധിക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതികളെ സാരമായി ബാധിക്കുമ്പോൾ അവരുടെ കണ്ണുവെട്ടിച്ച് പല കേന്ദ്രങ്ങളിലും ഇറാൻ ആണവ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതിലൊന്നാണ് പിക്സ് ആക്സ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന കേന്ദ്രം. 2025 ജൂണിലെ ആക്രമണത്തിലും ഫെബ്രുവരിയിൽ ആരംഭിച്ച 5 ആഴ്ചത്തെ യുദ്ധത്തിലും തകർക്കാൻ കഴിയാത്ത ഒരു ആണവ കേന്ദ്രമാണ് പിക്സ് ആക്സ് മൗണ്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭൂഗർഭ കേന്ദ്രം. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ളതാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. പ്രാദേശികമായി കൊളാൻ ഗാസ്ല എന്നറിയപ്പെടുന്ന ഈ പർവ്വത മേഖലയിൽ ഇറാൻ അതിശക്തമായ ഭൂഗർഭ കോട്ടകൾ നിർമ്മിക്കുന്നതായി 2026 ഫെബ്രുവരിയിൽ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ മുൻപത്തെ പ്രധാന ആണവ കേന്ദ്രമായിരുന്ന ഫോർഡോയേക്കാൾ വലിപ്പമേറിയതും കൂടുതൽ ആഴത്തിലുള്ളതുമാണ് പിക്സ് ആക്സ് മൗണ്ടൻ. ഫോർഡോയെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ചിരുന്ന 30,000 പൗണ്ട് ഭാരമുള്ള മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകൾക്ക് പോലും ഗ്രാനൈറ്റ് പാറകൾക്ക് 2000 അടി താഴെ സ്ഥിതി ചെയ്യുന്ന ഈ കേന്ദ്രത്തിന്റെ ഉള്ളറകളിലെത്താൻ കഴിയില്ലെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2020 നിർമ്മാണം ആരംഭിച്ച ഈ കേന്ദ്രം സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാനാണെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ അവിടെ പരിശോധന നടത്താൻ അനുവദിച്ചിട്ടില്ല. ഇത് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയം ശുദ്ധീകരണം അവിടെ നടക്കുന്നുണ്ടെന്ന സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള 970 പൗണ്ട് ശുദ്ധീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ഇതിനകം തന്നെ പിക്സ് ആക്സ് മൗണ്ടനിലേക്ക് മാറ്റിയിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും അത് വിശ്വസിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്നതാണ് വസ്തുത. പിക്സ് ആക്സ് മൗണ്ടൻ പോലുള്ള സുരക്ഷിത കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണെന്നാണ് അമേരിക്കൻ പക്ഷത്തിന്റെ ആരോപണം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈന്യത്തെ നേരിട്ടിറക്കിയോ രാസവസ്തുക്കൾ ഉപയോഗിച്ചോ ഈ കേന്ദ്രം നശിപ്പിക്കണമെന്ന നിർദ്ദേശവും വൈറ്റ് ഹൌസിന് മുന്നിലുണ്ട്. വരാനിരിക്കുന്ന തിങ്കളാഴ്ചത്തെ ചർച്ചകൾ മേഖലയിലെ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. 50 ദിവസം പിന്നിട്ട ഇറാൻ അമേരിക്കൻ യുദ്ധം അവസാനിപ്പിക്കാനായി തിങ്കളാഴ്ച സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പുകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് സ്ഥിതിഗതികൾ വഷളാക്കിയിട്ടുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നീട്ടില്ലെന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ യുറേനിയം കൈമാറാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ അക്രമാസക്തമായ രീതിയിൽ ആണവ സാമഗ്രികൾ പിടിച്ചെടുക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിലാണ് പിക്സ് ആക്സ് മൗണ്ടൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ആണവായുധങ്ങൾ മാത്രം മതിയാകും അമേരിക്കയെ ഒന്നാകെ ചാമ്പലാക്കുവാൻ എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് പിക്സ് ആക്സ് മൗണ്ടനെ തൊടാതെയുള്ള നീക്കം തന്നെയാകും അമേരിക്കയുടെ മുന്നിലുള്ളത്. നേരിട്ടുള്ള സൈനിക നീക്കം ഇറാനെ പ്രകോപിപ്പിക്കും എന്നിരിക്കെ ഈ ആണവ കേന്ദ്രങ്ങളെ സ്വതന്ത്രമായി തൽക്കാലത്തേക്ക് വിടാമെന്ന് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഇറാനെ ആണവായുധ മുക്തമാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളിക്ക് 2 മാസം പ്രായമാകുമ്പോൾ ഇറാൻ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നിർബാധം തുടരുന്നുമുണ്ട്.